ഫുട്ബോൾ ലോകം അതിശയത്തോടെ കണ്ടുനിന്ന മത്സരത്തിൽ എന്തു സംഭവിച്ചെന്ന് അതിശയത്തോടെയാണ് ഫുട്ബോൾ ലോകം നോക്കിക്കണ്ടത്. ആഫ്രിക്കൻ വമ്പന്മാരായ ക്യാപ് വെർദേക്ക് മുന്നിൽ അർജന്റീന വിയർത്തു ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്പെയിനിനെയും ഉറുഗ്വേയെയും എല്ലാം പൂട്ടിയ ക്യാപ് വെർദേക്ക് പക്ഷേ അർജന്റീനയെ പൂട്ടാൻ സാധിച്ചില്ല. സ്കലോണിയുടെ ആശയങ്ങൾക്ക് അർജന്റീനയുടെ മൂന്നാം ഗോളും പിറന്നു. മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് അർജന്റീനയാണ്. ലിയോ മെസ്സിയാണ്. ഈ വേൾഡ് കപ്പിലെ തുടർച്ചയായ 4-ാം മത്സരത്തിലും ഗോൾ. തൻ്റെ വേൾഡ് കപ്പ് കരിയറിലെ തുടർച്ചയായ 8-ാം മത്സരത്തിലും ഗോൾ. മത്സരത്തിൻ്റെ 29-ാം മിനിറ്റ് 100% ആക്യുറസിയോടെ അർജന്റീൻ സൂപ്പർ താരം ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഹൈബോൾ സ്വീകരിച്ച് ഫസ്റ്റ് ടച്ച് തന്നെ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പെടുത്തിയ ലിയോ മെസ്സി വോസിഞ്ഞയെയും കീഴടക്കിക്കൊണ്ട് ഗോൾ വല ചലിപ്പിക്കുന്നു. മത്സരത്തിൻ്റെ 113-ാം മിനിറ്റ് ഇരു ടീമുകളും 2-2 തുല്യരായി നിൽക്കുന്നു. ലിയോ മെസ്സിയുടെ കോർണറിൽ നിന്ന് തലവെച്ച ക്യൂട്ടിയുടെ ഹെഡർ പോകുന്നത് ക്യാപ് വെർദെ താരത്തിൻ്റെ തലയിലേക്ക്. ആ മത്സരത്തിലെ ഗതി തന്നെ മാറ്റിമറിച്ച അവസാന ഗോൾ പിറന്നത് മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നായിരുന്നു. ഫുട്ബോൾ ലോകമേ തുറന്നു കാണുക. അയാൾക്ക് 39 വയസ്സായാൽ എങ്ങനെയാണ് സ്കലോണി അയാളെ 90 മിനിറ്റ് കളിപ്പിക്കുക എന്ന ചോദ്യം വേൾഡ് കപ്പിന് മുന്നേ ഉയർന്നതാണ്. മേജർ ലീഗ് സോക്കറിനെ പോലെയല്ല, ഇവിടെ ഫിറ്റ്നസ് വേണം. 90 മിനിറ്റ് കളിക്കണമെങ്കിൽ കുറച്ച് ഫിറ്റ്നസ് തന്നെ വേണം. വയസ്സനായ മെസ്സിക്ക് എങ്ങനെയാണ് യുവതാരങ്ങളുമായി പിടിച്ചു നിൽക്കാനാവുക? 90 മിനിറ്റ് പോയിട്ട് സ്കലോണി അയാളെ ആദ്യ പകുതി മാത്രമേ കളിപ്പിക്കാനാവൂ എന്ന് പലരും വിമർശിച്ചതാണ്. ഇന്ന് നിങ്ങൾ തുറന്നു കണ്ടില്ലേ? മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് അയാളെയായിരുന്നു. സ്കലോണി പല പൊസിഷനിലും ചേഞ്ചുകൾ വരുത്തിയപ്പോൾ സ്കലോണി ഒരിക്കലും അയാളെ പിൻവലിച്ചില്ല. കാരണം മത്സരം അയാൾക്ക് എപ്പോഴും മാറ്റിമറിക്കാനാകുമെന്ന് സ്കലോണി വിശ്വസിച്ചിരുന്നു. ഓരോ അർജന്റീന ആരാധകനും വിശ്വസിച്ചിരുന്നു. കളിയുടെ ഗതി മാറ്റിമറിച്ച മെസ്സി 91-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഗോളിന് വഴിയൊരുക്കിയത് മെസ്സിയുടെ കോർണറായിരുന്നു. 113-ാം മിനിറ്റിലും അർജന്റീൻ ഗോളിന് വഴിയൊരുക്കിയത് മെസ്സിയുടെ കോർണർ കിക്ക് തന്നെ. മത്സരത്തിലെ ആദ്യ ഗോൾ കണ്ടെത്തിയതും മെസ്സി തന്നെ. മത്സരത്തിൽ മുഴുവൻ മെസ്സിമായ നമ്മൾ പലതവണ കണ്ടു. വോസിഞ്ഞയുടെ മിന്നും ഫോം ഇല്ലായിരുന്നുവെങ്കിൽ മത്സരത്തിന്റെ ഗതി തന്നെ അയാളുടെ ഗോൾ വേട്ടയിൽ അമർന്നേനെ. മത്സരത്തിൽ മെസ്സിയുടെ സ്റ്റാറ്റിക്സ് ഒന്ന് എടുത്തു നോക്കൂ. ഫുട്ബോൾ ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇന്നത്തെ മത്സരത്തിലെ മെസ്സിയുടെ പ്രകടനം. ഈ വേൾഡ് കപ്പിലെ 3-ാം മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരമാണ് മെസ്സി സ്വന്തമാക്കുന്നത്. സഫാ സ്കോറിന്റെ റേറ്റിംഗ് അനുസരിച്ച് 10-ൽ 9.5 ആണ് മെസ്സിയുടെ റേറ്റിംഗ്. മത്സരത്തിൽ ഒരു ഗോൾ മെസ്സി നേടി. അർജന്റീന ഉതിർത്ത 10 ഷോട്ട് ഓൺ ടാർഗറ്റുകളിൽ 6 മെസ്സിയുടെ വകയായിരുന്നു. 4 കീ പാസുകൾ, ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 84 ടച്ചുകൾ. ഇന്ന് 5 തവണയാണ് ലിയണൽ മെസ്സി സക്സസ്ഫുൾ ട്രിപ്പിൾ നടത്തിയത്. 86% പാസ് ആക്യുറസി. അത് മെസ്സിയുടെ കാര്യത്തിൽ ഈ പാസ് ആക്യുറസി വലിയ കാര്യമല്ലെന്നറിയാം. മെസ്സി 90-ഉം 95-നും മുകളിൽ നിലനിർത്താറുണ്ട്. 9 ക്രോസുകൾ നൽകിയതിൽ 4 ആക്യുറേറ്റ് ക്രോസുകൾ. 172 മീറ്റർ ക്യാരിയിങ് ഡിസ്റ്റൻസ്. നിലവിൽ ഗ്രൗണ്ട് വെൽസിൽ 18-ൽ 15 മെസ്സി വോൺ ചെയ്തു എന്നതാണ് ഏറ്റവും പ്രത്യേകത. മത്സരത്തിന്റെ മുഴുവൻ സമയവും മെസ്സി കളിക്കളത്തിൽ തന്നെയുണ്ടായിരുന്നു. മെസ്സിയുടെ ഗോളിന്റെ എണ്ണം കുറച്ചത് വോസീഞ്ഞ എന്ന 41-കാരന്റെ ഇതിഹാസ പോരാട്ടമാണെന്ന് തന്നെ പറയാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.